ഇറാനും US-ഉമായുള്ള സംഘർഷം നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടലിലേക്ക് നീങ്ങുമോ എന്ന ആശങ്കയിലാണ് ഏഴാം ദിവസം ലോകം. വലിയ കാലങ്ങളോളം നീളുന്ന ഒരു വലിയ യുദ്ധത്തിലേക്ക്, ഒരു മഹായുദ്ധത്തിലേക്ക് ഇറാൻ അമേരിക്ക യുദ്ധം മാറുമോ എന്ന ഭീതിയും ഒരാഴ്ച പിന്നിടുമ്പോൾ ഉടലെടുക്കുകയാണ്. ഇപ്പോൾ യുദ്ധം അതിൻ്റെ ഏറ്റവും തീവ്രമായ മൂന്നാം ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നു എന്ന് വേണം പറയാൻ. അതായത് ഫെബ്രുവരി 28 മുതൽ വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന ജൂൺ 15 വരെയുള്ള ഒന്നാം ഘട്ടം, ജൂൺ 15 മുതൽ ഈ യുദ്ധം തുടങ്ങുന്നത് വരെയുള്ള സമാധാന കാലഘട്ടം രണ്ടാം ഘട്ടം, ഇനി അത് മൂന്നാം ഘട്ടമെന്ന ഈ നിലയിലേക്ക് അതിശക്തമായ തിരിച്ചടിയും ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളുമായി മുന്നോട്ട് പോകുന്ന മൂന്നാം ഘട്ടത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. അടിയുടെയും തിരിച്ചടിയുടെയും ശക്തിയും വ്യാപ്തിയും ഒക്കെ മുമ്പെങ്ങുമില്ലാത്ത വിധത്തിൽ കൂടി നിൽക്കുന്ന ഒരു ഘട്ടമാണിത് കേട്ടോ. ഇറാനിൽ 150ഓളം സ്ഥലങ്ങളിൽ അമേരിക്ക കഴിഞ്ഞ ദിവസം വലിയ ആക്രമണങ്ങളാണ് നടത്തിയിരിക്കുന്നത്. പാലങ്ങളും റെയിൽവേ സ്റ്റേഷനുകളും ഊർജ കേന്ദ്രങ്ങളും ജനവാസ കേന്ദ്രങ്ങളും ഉൾപ്പെടെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന വിധത്തിൽ സകലയിടങ്ങളും അമേരിക്കയുടെ ലക്ഷ്യങ്ങളായി മാറി തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെ ഏറ്റവും ശക്തമായ തിരിച്ചടി അതുകൊണ്ട് തന്നെ ഇറാൻ ഇപ്പോൾ അമേരിക്കയ്ക്ക് നൽകിക്കൊണ്ടിരിക്കുകയുമാണ്. ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ജോർദാനിൽ ഉണ്ടായിരുന്ന US-ന്റെ നിരവധി സൈനിക വിമാനങ്ങൾ ആക്രമിച്ച് തകർത്തു എന്നാണ് ഇറാന്റെ ഏറ്റവും പുതിയ അവകാശവാദം പുറത്തിറങ്ങിയിരിക്കുന്നത്. ഒപ്പം ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ തന്ത്രപരമായി വിന്യസിച്ച മൈനുകൾ പൊട്ടിത്തെറിച്ച് കപ്പലുകളും തകർന്നു തുടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ഇറാന്റെ ആണവ കേന്ദ്രത്തിന് അരികിലേക്ക് വന്ന അമേരിക്കയുടെ ഒരു പ്രധാനപ്പെട്ട യുദ്ധവിമാനം ഇറാൻ തകർത്തു എന്ന അവകാശവാദം ഇറാൻ പുറത്തുവിടുകയാണ്. ഇറാൻ സൈന്യത്തിന്റെ പ്രഹരശേഷി പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ തുടർച്ചയായ ഏഴാം ദിവസവും ഇറാന്റെ വിവിധ ഭാഗങ്ങളിൽ US ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് എങ്കിലും അതിനെല്ലാം ചുട്ട മറുപടി കൊടുത്തുകൊണ്ട് അമേരിക്കയെ ഞെട്ടിക്കുന്ന വിധത്തിലുള്ള തിരിച്ചടികളാണ് ഇറാൻ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നതും നമ്മൾ കാണാതിരുന്നുകൂടാ. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഈ യുദ്ധം ഒരു ചെറിയ യുദ്ധം എന്ന നിലയിൽ പരിസമാപ്തിയിലേക്ക് പോവുകയില്ല, മറിച്ച് ഇത് കൂടുതൽ കക്ഷികളെ ഉൾക്കൊള്ളുന്ന, കൂടുതൽ മേഖലകൾ ഉൾക്കൊള്ളുന്ന, ചരിത്രത്തിൽ ഇല്ലാത്ത വിധത്തിലുള്ള വലിയ നാശനഷ്ടങ്ങൾ വരുത്തിവെക്കുന്ന, ഒരുപക്ഷെ ആണവ യുദ്ധം എന്ന നിലയിലേക്ക് പോലും മാറാൻ സാധ്യതയുള്ള പൊട്ടൻഷ്യലുള്ള ഒരു വലിയ യുദ്ധത്തിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നുവെന്ന്. ഇറാന്റെ ശക്തമായ ആക്രമണങ്ങളിൽ ഒട്ടേറെ US വിമാനങ്ങൾക്ക് ഗുരുതരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ഇറാൻ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നത്. ഇറാന്റെ ഈ അവകാശവാദങ്ങളെക്കുറിച്ച് ജോർദാനോ US സൈന്യമോ ഔദ്യോഗികമായി ഒന്നും തന്നെ പ്രതികരിക്കുന്നില്ല എന്നുള്ളത് അവരുടെ ഭയം എന്ന നിലയിൽ തന്നെ വേണം വിലയിരുത്താൻ. സ്വതന്ത്ര വാർത്താ ഏജൻസികൾ പോലും അമേരിക്കയിൽ നിന്ന് വിവരങ്ങൾ കിട്ടാത്തത് കൊണ്ട് ഈ വിവരങ്ങൾ സ്ഥിരീകരിച്ച് പറഞ്ഞിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ഇറാനിലെ ബന്ദർ അബ്ബാസ് മേഖലയെ അടക്കമുള്ള പ്രദേശങ്ങളിലെ സൈനികരെ അമേരിക്ക കൊലപ്പെടുത്തിയതിനും ഇറാൻ പകരം ചോദിച്ചിട്ടുണ്ട്. സിറിയയിലെ അൽ ടൻഫിലുള്ള US-ന്റെ സ്പെഷ്യൽ ഓപ്പറേഷൻസ് കമാൻഡ് സെന്ററിന് നേരെ ആക്രമണം നടത്തി പകരം വീട്ടിയെന്നാണ് IRGC അവകാശപ്പെടുന്നത്. ഇറാൻ മാധ്യമങ്ങൾ വളരെ വീറോടുകൂടി ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇതിനോട് പ്രതികരിക്കാതെ നിശബ്ദമായി നിൽക്കുന്ന US സൈന്യത്തെയാണ് നമ്മൾ കാണുന്നത്. ആകാശത്ത് വെച്ച് യുദ്ധവിമാനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കുന്ന US-ന്റെ നിരവധി റീഫ്യൂവലിംഗ് എയർക്രാഫ്റ്റുകളും യുദ്ധവിമാനങ്ങളും തകർത്തു എന്നും ഒട്ടേറെ എണ്ണത്തിന് ഗുരുതര കേടുപാടുകൾ വരുത്തി എന്നുമാണ് IRGC ഏറ്റവും ഒടുവിൽ പറഞ്ഞ മറ്റൊരു പ്രസ്താവന. ജോർദാനിലെ US വിമാനങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങൾക്ക് പുറമെ മേഖലയിൽ ഉടനീളമുള്ള അമേരിക്കൻ സഖ്യസേന ലക്ഷ്യസ്ഥാനങ്ങൾക്കെതിരെ തിരിച്ചടി നടത്തിയെന്നും ഇറാൻ അവകാശപ്പെടുന്നുണ്ട്. അതായത് ഇറാന് നേരെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ, ഇറാനെ തച്ചുടയ്ക്കുക എന്ന തീരുമാനത്തോടെ ഇറാന്റെ ജനവാസ കേന്ദ്രങ്ങളും ഊർജ കേന്ദ്രങ്ങളും റോഡുകളും പാലങ്ങളും ഒക്കെ തകർത്ത് ഒരു കരയുദ്ധത്തിനുള്ള മുന്നൊരുക്കമെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾ അടക്കം ആക്രമിച്ച് തകർക്കുന്ന അമേരിക്കയ്ക്ക് അതേ നാണയത്തിൽ തന്നെ ശക്തമായ തിരിച്ചടി ഇറാൻ നൽകുന്നു. ലക്ഷക്കണക്കിന് കോടി ഡോളർ ആസ്തിയുള്ള അല്ലെങ്കിൽ വില വരുന്ന അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ പുല്ലുപോലെ തകർത്ത് കളയുകയാണ്, കരിച്ചു കളയുകയാണ് എന്നാണ് ഇറാൻ പറയുന്നത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് അമേരിക്കയ്ക്ക് അവകാശവാദം ഉന്നയിക്കാൻ കഴിയാത്തത് അത്തരമൊരു സംഭവം ഉണ്ടായി എന്നതിൻ്റെ തെളിവാണ് എന്നാണ് ഉയരുന്ന മറ്റൊരു വിലയിരുത്തൽ. എന്തായാലും ആഗോള സമ്പദ് വ്യവസ്ഥയെ തന്നെ ബാധിക്കുന്ന മറ്റൊരു തന്ത്രപ്രധാനമായ മുന്നറിയിപ്പും ഇറാൻ ഇപ്പോൾ നൽകുന്നുണ്ട്.
തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിന്റെ പൂർണ്ണ നിയന്ത്രണം തങ്ങൾക്കാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് റവല്യൂഷണറി ഗാർഡ്സിന്റെ പുതിയ മുന്നറിയിപ്പ് പുറത്തു വരുന്നത്. US-ന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണങ്ങൾ അവസാനിക്കുന്നത് വരെ ഈ വഴിയിലൂടെയുള്ള എണ്ണവാതക കയറ്റുമതികൾ പൂർണ്ണമായും തടയുമെന്നാണ് ഇറാന്റെ ഭീഷണി. ലോകത്തിലെ വലിയൊരു പങ്ക് ക്രൂഡ് ഓയിൽ വിതരണവും നടക്കുന്നത് ഹോർമൂസ് കടലിടുക്കിലൂടെ ആയതിനാൽ ഈ പ്രഖ്യാപനം ആഗോള വിപണിയിൽ വലിയ തോതിൽ ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, വരും ദിവസങ്ങളിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന സകല നീക്കങ്ങളും ഈ പ്രതിസന്ധിയുടെ ആഴം എത്രത്തോളം പോകണമെന്ന് തീരുമാനിക്കുന്നതിൽ നിർണായകമാകുമെന്നാണ് ഉയരുന്ന വിലയിരുത്തൽ. അതായത് ഇറാന് നേരെ ഇനിയും അമേരിക്ക ആക്രമണം തുടർന്നാൽ അതിനനുസരിച്ച് ഹോർമൂസിലും ചുറ്റുപാടിലുമുള്ള കപ്പലുകൾക്ക് നേരെ പോലും ആക്രമണങ്ങൾ ശക്തമാകുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇറാന്റെ ആക്രമണത്തിൽ വൈദ്യുതി ഉൽപാദന കടൽ ജല ശുദ്ധീകരണ നിലയത്തിന് വലിയ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് കുവൈറ്റ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതായത് ഇറാന്റെ അടിസ്ഥാന സൗകര്യ മേഖലയിലേക്ക് ആക്രമണം നടത്തിയപ്പോൾ ഇറാൻ പറഞ്ഞതുപോലെ തന്നെ ഗൾഫ് മേഖലയിലെ അടിസ്ഥാന സൗകര്യ മേഖലയിലേക്കും ആക്രമണം നടന്നിട്ടുണ്ട്. ഗൾഫ് മേഖലയിൽ കുടിവെള്ളം എത്തിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന ഏറ്റവും വലിയ കടൽ ജല ശുദ്ധീകരണ നിലയത്തിനാണ് ഇപ്പോൾ കേടുപാടുകൾ പറ്റിയതായി കുവൈറ്റ് അറിയിച്ചിരിക്കുന്നത്. ആക്രമണത്തെ തുടർന്ന് സ്ഥലത്ത് വലിയ തീപിടുത്തമുണ്ടായതായും നിരവധി വൈദ്യുത ഉൽപാദന യൂണിറ്റുകൾ പ്രവർത്തനരഹിതമായതായും ഊർജ്ജ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം തങ്ങൾക്ക് നേരെ എവിടെയൊക്കെ ഏതൊക്കെ വിധത്തിലാണ് ആക്രമണങ്ങൾ ഉണ്ടാകുന്നത്, അതേപോലെ തന്നെ തങ്ങൾ എന്തൊക്കെ ദുരിതമാണ് അമേരിക്കയുടെ ആക്രമണം കൊണ്ട് അനുഭവിക്കുന്നത്, സമാനമായ രീതിയിലുള്ള അനുഭവങ്ങൾ ഗൾഫ് മേഖലയിലും ഉണ്ടാകണമെന്ന വാശിയോടുകൂടി ഇറാൻ ആ വിധത്തിലേക്ക് ആക്രമണങ്ങൾ മാറ്റിയിരിക്കുന്നു. നോക്കൂ, അമേരിക്ക ചെയ്തു കൂട്ടുന്നതിലൊക്കെയും അനുഭവിക്കുന്നത് അല്ലെങ്കിൽ ദുരിതം അനുഭവിക്കേണ്ടി വരുന്നത് അമേരിക്കയുടെ കൂട്ടാളികളായി നിൽക്കുന്ന ഗൾഫ് രാജ്യങ്ങൾക്കാണ് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇറാൻ പറയുന്നത്, നിങ്ങൾ അമേരിക്കയുമായുള്ള ചങ്ങാത്തം അവസാനിപ്പിച്ചാൽ, അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ഗൾഫ് മേഖലയിൽ നിന്നെടുത്ത് ദൂരെ കളഞ്ഞാൽ ഇനി ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടാകില്ല എന്ന് ഇറാൻ പറയുന്നു. അവിടെ ഇറാന്റെ ശത്രുത മുഴുവൻ അമേരിക്കയോടാണ്, അമേരിക്കയെ പിന്തുണയ്ക്കുന്ന ഗൾഫ് രാജ്യങ്ങളുടെ നിലപാടിനോടാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അസാധാരണ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് വൈദ്യുതി ഉപയോഗം പരമാവധി കുറയ്ക്കണമെന്ന് കുവൈറ്റ് മന്ത്രാലയം പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നത് വ്യക്തമാവുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. ഇറാൻ നഗരങ്ങളെ ലക്ഷ്യമിട്ടും തുടർച്ചയായ 7ാം ദിവസവും കനത്ത ആക്രമണം തന്നെയാണ് US നടത്തിയത്. അതിലൊരു സംശയവുമില്ല. ഇറാനെതിരെ തങ്ങളുടെ ഏറ്റവും പുതിയ വ്യോമാക്രമണ പരമ്പര പൂർത്തിയാക്കിയെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിക്കുകയും ചെയ്തിരിക്കുന്നു. ഇറാനിലെ പ്രധാനപ്പെട്ട കമാൻഡ് സെന്ററുകൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, മിസൈൽ ഡ്രോൺ നിരീക്ഷണ കേന്ദ്രങ്ങൾ, തീരദേശ സംവിധാനങ്ങൾ എന്നിവയൊക്കെ US ലക്ഷ്യമിട്ടു എന്നാണ് അമേരിക്കയുടെ അവകാശവാദം. ഇറാന്റെ വിവിധ നഗരങ്ങളിലെ ബോംബാക്രമണങ്ങളിൽ നിരവധി പേർ കൊല്ലപ്പെട്ടതായും 100 കണക്കിന് പേർക്ക് പരിക്കേറ്റതായും അമേരിക്ക പറയുന്നുണ്ട്. ഇക്കാര്യം ഇറാനിയൻ മാധ്യമങ്ങളും സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, അമേരിക്ക ആക്രമണത്തിന്റെ തീവ്രത കൂട്ടുന്നു എന്ന് തന്നെയാണ്. എന്തുകൊണ്ടാണ് അമേരിക്ക ആക്രമണങ്ങളുടെ തീവ്രത കൂട്ടുന്നത്? ഇനിയും ഇറാനുമായുള്ള യുദ്ധം നീണ്ടുപോകുന്നത് പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വളരെ വേഗത്തിൽ ഇറാനെ കീഴടക്കുന്ന വിധത്തിലുള്ള ആക്രമണങ്ങൾ നടത്തണം എന്നാണ് അമേരിക്ക കണക്ക് കൂട്ടുന്നത്. അതായത് വൈകുന്ന ഓരോ ദിവസവും, ഓരോ മണിക്കൂറും, ഓരോ നിമിഷവും ഇറാന്റെ ഭാഗത്തു നിന്നുള്ള തിരിച്ചടികൾ ശക്തമാവുകയും അത് അമേരിക്കയ്ക്കും ഗൾഫ് മേഖലയ്ക്കും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. അത് വലിയ നഷ്ടമാണ് എന്ന് തിരിച്ചറിയുന്നിടത്താണ് ഇറാന് നേരെയുള്ള ആക്രമണങ്ങൾ അമേരിക്ക ശക്തമാക്കുന്നത്. ഇറാന്റെ തന്ത്രപ്രധാനമായ തുറമുഖ നഗരമായ ബന്ദർ അബ്ബാസിലെ കമ്മ്യൂണിക്കേഷൻ ടവർ തകർന്നതടക്കം, അവിടങ്ങളിലെ പ്രധാനപ്പെട്ട പാലങ്ങൾ തകർന്നതടക്കം, ഇറാനിലെ ഷെഹറിലെ വിമാനത്താവളം ലക്ഷ്യമിട്ടടക്കം ആക്രമണങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഇറാനിൽ അമേരിക്ക വലിയ നാശനഷ്ടമാണ് വരുത്തി വെച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്ന വിഷയത്തിൽ തന്നെ നമുക്ക് പറയാവുന്ന കാര്യം, ഇതിനൊക്കെ ശക്തമായിട്ടുള്ള തിരിച്ചടികൾ ഉണ്ടാവുക തന്നെ ചെയ്യുമെന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇറാനെ സംബന്ധിച്ച് ശക്തമായ തിരിച്ചടി നൽകാനുള്ള ആ സാഹചര്യങ്ങളുണ്ട്, സാധ്യതകളുണ്ട്. ആ സാധ്യതകൾ മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് അമേരിക്കയ്ക്ക് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുക എന്നത് തന്നെയാണ് ഇറാന്റെ താല്പര്യം, അല്ലെങ്കിൽ ഇറാന്റെ പദ്ധതി. അതുകൊണ്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ചിത്രം പോലും ഇൻകുലാബ് സ്ക്വയറിൽ വെച്ചുകൊണ്ട്, അതായത് വെറും ചിത്രമല്ല, ശവപ്പെട്ടിയിൽ കിടക്കുന്ന ട്രംപിന്റെ ചിത്രം പോലും ഇൻകുലാബ് സ്ക്വയറിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ അത് ചെയ്യുമെന്ന പ്രഖ്യാപനം ഇറാൻ നടത്തിയത്. അല്ലെങ്കിൽ ആ പ്രഖ്യാപനത്തിൽ പറയുന്ന കാര്യങ്ങൾ അക്ഷരം പ്രതി നടപ്പാക്കാനുള്ള നീക്കത്തിലാണ് ഇറാൻ എന്ന് തന്നെ വേണം കരുതാൻ. എന്തായാലും ഇപ്പോൾ
ശക്തമായ രീതിയിലുള്ള തിരിച്ചടി ഇറാൻ നൽകുന്നു. അമേരിക്കയുടെ വിമാനങ്ങൾ, അതുപോലെ തന്നെ അമേരിക്കൻ കപ്പലുകൾ, അമേരിക്കയുടെ മറ്റ് സെറ്റിൽമെൻറ്റുകളൊക്കെ ലക്ഷ്യമിട്ടുകൊണ്ട് തുടർച്ചയായ ആക്രമണങ്ങൾ വർദ്ധിക്കുന്നു. ഒരാഴ്ച പിന്നിടുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, ഈ യുദ്ധം അതിതീവ്രമായി ഇപ്പോൾ നമ്മൾ കാണുന്നതിനേക്കാൾ വലിയ തോതിൽ ആളിക്കത്തുകയും അത് വലിയ നാശങ്ങൾ ഉണ്ടാക്കുകയും ആരാലും പിടിച്ചു കെട്ടാൻ കഴിയാത്ത വിധത്തിലേക്ക് വ്യാപിക്കുകയും ചെയ്യുമെന്നതിൻ്റെ അപകടകരമായ സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്.